ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ മെമ്പർഷിപ്പ് ചാനലിലെ പോർട്ട്ഫോളിയോയിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 35,915 ആണ്. ഏകദേശം 36,000 റുപ്പീസാണ് വൺ ഡേയിലെ പ്രോഫിറ്റ്. ഇന്ന് തന്നെ നമുക്ക് 3.16% ആണ് നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പം സെപ്റ്റംബർ 16 ആയപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഏകദേശം 3,77,000 എത്തിയിരിക്കുകയാണ്. നമ്മുടെ 3,40,000 ഒക്കെ എത്തിയിട്ട് തിരിച്ച് 3 ലാഖിലോട്ട് പോയായിരുന്നു. വീണ്ടും ഒരാഴ്ച കൊണ്ട് ശക്തമായിട്ട് മാർക്കറ്റ് അടിച്ചു കയറി. അപ്പം ഇങ്ങനെയാണ് ലോങ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്ത് വെച്ചാൽ ലെറ്റ് ദ മണി വർക്ക് ഫോർ യു എന്ന് വെച്ചാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം 35,000 പ്രോഫിറ്റ് ഉണ്ട്, 36,000. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മാത്രം. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത 7.97 ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത്, അതും SIP രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്നത്. കറന്റ് മാർക്കറ്റ് വാല്യൂ നോക്കാൻ 11.74 ലാക്സ് ഉണ്ട്, 3.77 ലാക്ക് പ്രോഫിറ്റ്, 47%. ഈ 47% നമുക്ക് നേരത്തെ നമ്മൾ 50% കാണിച്ചായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പൈസ ഇട്ട് ആവറേജ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് പെർസെൻറ്റേജ് കുറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് ഏകദേശം 1.18% നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതിനകത്ത് നോക്കുവാണെങ്കിൽ ഇന്ന് 2,740 രൂപ അതിനകത്ത് പ്രോഫിറ്റ്. അതിന്റെ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 1.01 ലാക്സ് ആണ്. ഇപ്പം നമുക്ക് 2.34 ലാക്സ് ഉണ്ട്, 1.33 ലാക്സ് പ്രോഫിറ്റ്, 131.28% ആണ് ഇതിന്റെ പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന് അതിനകത്ത് 7.39% പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത 70,000, ഇപ്പൊ 2,10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 14,000 അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ടോട്ടൽ 2 ലാക്സിനകത്തുനിന്ന് നമ്മൾ 70,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇപ്പോൾ 2.10 ഉണ്ട്, 1.39 ലാക്സ് ആണ് അതിന്റെ പ്രോഫിറ്റ്, 197% അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. ഇപ്പൊ 200% എത്താറാകുകയാണ്. പിന്നെ അടുത്ത നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സ്റ്റോക്ക് നമ്മൾ 1.02 ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഇപ്പോൾ 1.14 ലാക്സ് ഉണ്ട്, 12,000 രൂപ പ്രോഫിറ്റ്, 12.064, അതും 12.64%, അതും കുഴപ്പമില്ല. അടുത്ത സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 96,000 ആണ്, ഇപ്പം 1.11 ഉണ്ട്, 14,000 പ്രോഫിറ്റ്, 15.14% പ്രോഫിറ്റ് ഉണ്ട്. അടുത്ത സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കുന്നത് 1.04 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തു, അതിപ്പം 1.11 ലാക്സ് ഉണ്ട്, 7,308 റുപ്പീസ് പ്രോഫിറ്റ്, 7.10% ഉണ്ട് അതിനകത്ത്. അത് റീസെന്റ് ചെയ്തതാണ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് 66,000, ഇപ്പം 1.03 ലാക്സ് ഉണ്ട്, 36,310 റുപ്പീസ് ആണ് അതിനകത്ത് പ്രോഫിറ്റ്, 54% പ്രോഫിറ്റ് ഉണ്ട്. ഇന്നത്തെ ഈ ഒരു സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ സ്റ്റോക്ക് 18.23% ആണ് നമുക്ക് അതിന്റെ റിട്ടേൺസ് തരുന്നേക്കുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഓരോ ഇത് കുറെ കാലമായിട്ട് കൺസോൾഡ് കിടക്കുന്ന സ്റ്റോക്കാണ്. ഇന്ന് ഒറ്റയടിക്ക് അത് ട്രിഗർ ചെയ്തു. നമുക്ക് അതിനകത്ത് 15,000 ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് നെഗറ്റീവ് ഉള്ള സ്റ്റോക്കാണ്, 1.10 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ 1.01 ലാക്സ്, 8,000 റുപ്പീസ് നെഗറ്റീവിലാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് 77,000, ഇപ്പം നമുക്ക് 98,000 ഉണ്ട്, 21,556 റുപ്പീസ് പ്രോഫിറ്റ്, 27% ആണ് അതിന്റെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. അടുത്ത സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് 68,000, ഇപ്പോൾ 89,000 രൂപ ഉണ്ട്, 20,000 പ്രോഫിറ്റ്, 30.04%. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒറ്റ സ്റ്റോക്ക് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ബാങ്ക് റിട്ടേൺസിനെക്കാട്ടി കൂടുതലാണ്. ഏറ്റവും കുറവുള്ളത് -8.02% ആണ്. പിന്നെ പോസിറ്റീവ് നോക്കുവാണെങ്കിൽ 7.10% ആണ്, അതും ബാങ്ക് റിട്ടേൺസ്. ബാക്കി എല്ലാം നമുക്ക് 10% മുകളിലാണ് ലാസ്റ്റ് 1 ഇയർ കിട്ടിയേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂലൈ സ്റ്റാർട്ട് ചെയ്താണ്, 2 മാസം കൂടെ ആയിട്ടുള്ളൂ, 14ാം മാസത്തിലാണ് ഇത് നമുക്ക് ഈ പറയുന്നത്. നമുക്ക് ഇതുപോലെ ഇന്ത്യൻ മാർക്കറ്റ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്ത്, പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കാതെ ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിടുക, ലെറ്റ് ദ മണി വർക്ക് ഫോർ യു എന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ തീർച്ചയായിട്ടും എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്യുക. നിങ്ങളും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് പ്രത്യേകിച്ച് വിൽക്കലോ വാങ്ങലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബൈ ചെയ്തിട്ടേക്കുക. അത് ലെറ്റ് ദ മണി വർക്ക് ഫോർ യു എന്ന് പറയുന്ന പോലെ നമുക്ക് വേണ്ടി നമ്മുടെ നല്ല നല്ല കമ്പനികൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ബിസിനസ് ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ എപ്പോഴും നല്ലതാണ്. ഇപ്പം തന്നെ ഞാൻ ഏകദേശം 9 കമ്പനി ഏകദേശം ഓൺ ചെയ്യുന്നുണ്ട്, പല പല സെക്ടറിലുള്ള, ഫിനാൻസ് സെക്ടറിൽ, കൺസ്യൂമർ സെക്ടറിൽ, അങ്ങനെ പല IT സെക്ടറിലൊക്കെ ഉള്ള 9 കമ്പനി ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് 0.0001% എൻ്റെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓൺ ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബൈ ചെയ്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകും. ഇത് വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യാതെ തന്നെയാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ടുള്ളവരൊക്കെ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്യുക. പെയ്ഡ് ചാനലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ഒരു NRI ആയിരുന്നുകൊണ്ട് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിന് ചെയ്യാം. എന്നാൽ മാസം ഒരു ചെറിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് 5 to 10 വർഷം കൊണ്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ക്രിയേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. നോർമലി പ്രവാസികളൊക്കെ 10 വർഷം ജോലി ചെയ്യുമ്പോൾ പിന്നെ കയ്യിലൊന്നും കാണത്തില്ല, പക്ഷേ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇവിടുന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും
47% പ്രോഫിറ്റ്. ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിക്കൊണ്ടേയിരിക്കും, 2 വർഷം കൂടുമ്പോൾ മൾട്ടിപ്പിൾ ആയിക്കൊണ്ടേയിരിക്കും. എങ്ങനെ വിളിച്ചാലും നല്ലൊരു വെൽത്ത്, ഒരു 10 വർഷം കൊണ്ട് നല്ലൊരു വെൽത്ത് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് ടൈം റെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പോകാതിരുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ 5 ദിവസം അടുപ്പിച്ച് പോകാതിരുന്ന ക്വസ്റ്റ്യൻ വരും. 10 ദിവസം പോകാതിരുന്നോ അല്ലെങ്കിൽ ഒരു 15 ദിവസം പോകാതിരുന്നോ റീസൺ ഇല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് ഔട്ടാവും. അപ്പം എപ്പോഴും നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ 1 മാസത്തെ ഒരു ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ, അത് കൂടുതൽ വാരണ്ടി ഇല്ലെന്ന്. അപ്പം നമ്മൾ ജോലി ഉള്ളപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നല്ല വെൽത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് വെച്ചാൽ, ഈ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിനും നിങ്ങളുടെ റിസർച്ച് നടത്തുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നല്ല നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു സ്റ്റോക്ക് എന്ന് കൺസിഡർ ചെയ്യാതെ ഒരു കമ്പനി അതിൻ്റെ ബിഹൈൻഡ് ഉണ്ട്, ആ കമ്പനിക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല റണ്ണിങ്ങിന് കിട്ടും. അപ്പം എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.